കേരള സർവകലാശാലയിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സർവകലാശാലയാണ്. വലിയൊരു അക്കാഡമിക് സമൂഹം പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു സ്ഥാപനമാണ് കേരള സർവകലാശാല. ആയിരക്കണക്കിന് അധ്യാപകരുണ്ട്. വലിയൊരു അക്കാഡമിക് സമൂഹം കേരള സർവകലാശാലയുടെ അഭ്യുദയകാംക്ഷികൾ ഉണ്ട്. അപ്പോ ഇവരെ എല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ട് കേരള സർവകലാശാലയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളും അതുപോലെ തന്നെ സർക്കാരും പോലീസും എല്ലാവരും കൂടി ചേർന്ന ഉള്ള ഒരു മാഫിയയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് സർവകലാശാല ഈ തരത്തിൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഈ അക്കാഡമിക് സമൂഹത്തിന്റെ താല്പര്യമാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചാൻസലറുടെ താല്പര്യമാണ്. സർവകലാശാലയെ നന്നായി പ്രവർത്തിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന പൊതുസമൂഹത്തിന്റെ താല്പര്യമാണ്. അതിനനുസരിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പോലീസിലെ പരാതി കൊടുക്കുകയുണ്ടായി. അതേപോലെ തന്നെ വൈസ് ചാൻസലർക്കും ബഹുമാനപ്പെട്ട ചാൻസലർക്കും പരാതി കൊടുത്തു. അപ്പോ അവരുടെ ഭാഗത്തുനിന്ന് മതിയായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കേരള ഹൈക്കോടതിയെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. നിലവിലിപ്പോൾ നമ്മൾക്ക് അറിയുന്നത് പോലെ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ്. ഒരു സർവകലാശാലയ്ക്ക് 2 രജിസ്ട്രാർമാർ, അതും ഒരാളെ VC അംഗീകരിച്ചിരിക്കുന്നു, മറ്റൊരാൾ VC അംഗീകരിക്കാത്ത. ഇതിനൊരു തീരുമാനം ഉണ്ടാകണമല്ലോ. ഇതിപ്പോൾ നിലവിലിപ്പോൾ ഈ ഗവർണറിന്റെ ഭാഗത്തു നിന്നുള്ളൊരു നിലപാട്, അതിൽ മാത്രമാണോ ഈ ഒരു പ്രശ്നം അവസാനിക്കുകയുള്ളൂ? അല്ല, ഇതിലിപ്പോ 2 രജിസ്ട്രാർ എന്നൊക്കെ പറയുന്നത് ശരിയല്ല. ഒരു രജിസ്ട്രാർ അനധികൃതമായിട്ട് കടന്നിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കേരള സർവകലാശാലയുടെ പരമാധികാരി എന്ന് പറയുന്നത് ചാൻസലറാണ്. ചാൻസലർക്ക് താഴെ വൈസ് ചാൻസലറാണ്. വൈസ് ചാൻസലർ യോഗം ചേരുകയും ആ യോഗത്തിന്റെ തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ യോഗം പിരിഞ്ഞു. അപ്പൊ അതിനുശേഷം സിൻഡിക്കേറ്റ് യോഗം ചേർന്നതായിട്ട് അവർ അവകാശപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഒരു സിൻഡിക്കേറ്റ് നമുക്കറിയാം, പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കേരള സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഒരു സിൻഡിക്കേറ്റ് യോഗം ചേരണമെങ്കിൽ വൈസ് ചാൻസലർ അജണ്ട അംഗീകരിക്കണം. വൈസ് ചാൻസലർ അംഗീകരിക്കുന്ന അജണ്ട പ്രകാരം വൈസ് ചാൻസലർ അധ്യക്ഷതയിലാണ് യോഗം ചേരേണ്ടത്. അപ്പോൾ വൈസ് ചാൻസലർ അധ്യക്ഷതയിൽ വൈസ് ചാൻസലർ നിശ്ചയിച്ച അജണ്ട പ്രകാരം യോഗം ചേരാൻ അനുവദിച്ചെങ്കിലും അജണ്ടയ്ക്ക് പുറമേയുള്ള വിഷയം ചർച്ച ചെയ്യണമെന്ന് ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ യോഗം പിരിച്ചുവിടുകയുണ്ടായത്. യോഗം പിരിച്ചുവിട്ട അധ്യക്ഷ പുറത്തു വന്നതിന് ശേഷം പിന്നീട് അവിടെ ഇരുന്ന് ബാക്കിയുള്ള അംഗങ്ങൾ ചേരുന്ന ഒരു യോഗത്തെ ഒരു സിൻഡിക്കേറ്റ് യോഗമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമുക്കല്ല, ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. അതിപ്പോ നാട്ടിൻ പുറത്ത് നമുക്ക് ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ യോഗമായാൽ പോലും അവിടെ അധ്യക്ഷ വഹിക്കുന്ന അതിന്റെ പ്രസിഡന്റ് ആയിരിക്കണം. അത് അധ്യക്ഷൻ അനുവദിക്കുന്ന അജണ്ടയായിരിക്കും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതൊക്കെ തന്നെയാണ് സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിലും എഴുതി ചേർത്തിട്ടുള്ളത്. അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾ ഹൈക്കോടതിയെ ഭീഷണിപ്പെടുത്തും. സിൻഡിക്കേറ്റ് അംഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതിയെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കുക, ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമനത്തെ അപമാനിക്കുക, അതുപോലെ SFI കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് വൈസ് ചാൻസലറെ ഞങ്ങൾ സർവകലാശാലയിൽ കയറ്റില്ല എന്ന് വെല്ലുവിളിക്കുക. ഈ വൈസ് ചാൻസലറെ ഞങ്ങളാരും നിയമിച്ചതല്ല. ഈ വൈസ് ചാൻസലറെ നിയമിച്ചത് ബഹുമാനപ്പെട്ട ചാൻസലറും അതുപോലെ തന്നെ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ സജസ്റ്റ് ചെയ്തതനുസരിച്ചാണ്, നിർദ്ദേശിച്ചനുസരിച്ചാണ് ഇദ്ദേഹത്തെ ആരോഗ്യ സർവകലാശാലയുടെ VC ആക്കിയത്. ഇപ്പോ ആ VC എങ്ങനെ അവർക്ക് അനുഭവനായി അതൊക്കെ നമുക്കറിയാവുന്നതാണ്. കേരള സർവകലാശാലയിലെ DYFI നേതാവ് ഷിജു ഖാൻ അധ്യാപക നിയമനത്തിന്റെ അധികാരം അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വന്നതിനെ അംഗീകരിക്കാത്തതാണ് ഒന്ന് അദ്ദേഹത്തിനെതിരെ തിരിയാൻ കാരണം. അതുപോലെ തന്നെ യോഗ്യതയില്ലാത്ത സിൻഡിക്കേറ്റ് അംഗങ്ങളെ പ്രൊമോട്ട് ചെയ്യണമെന്നുള്ള ആവശ്യമായി വന്നപ്പോഴും അദ്ദേഹം എതിർത്ത് നിന്നു. സ്റ്റാറ്റ്യൂട്ട് പ്രകാരം അല്ലെങ്കിൽ UGC മാനദണ്ഡങ്ങൾക്ക് പ്രകാരം മാത്രമേ സർവകലാശാലയിലെ ആർക്കും പ്രവർത്തിക്കാൻ പറ്റൂ. അതിനപ്പുറം വഴിവിട്ട താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് വാശി പിടിക്കുമ്പോൾ അതിന് നിൽക്കാത്ത ആളുകളെയൊക്കെ ഇവര് അനഭിമതരായി ചിത്രീകരിക്കുന്നു. ഇവര് തിട്ടൂരെ പറക്കുന്നു, ഞങ്ങൾ അവിടെ കയറ്റില്ല, ഇവിടെ കയറ്റില്ല. ഇതേ ചാൻസലർ തന്നെ നിയമിച്ച പല വൈസ് ചാൻസലർമാരും കേരളത്തിലെ പല സർവകലാശാലയിലും പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ കേരള സർവകലാശാലയിലെ 2 അധ്യാപകരെ കേരളത്തിലെ 2 സർവകലാശാലകളുടെ വൈസ് ചാൻസലറുമായിട്ട് ബഹുമാനപ്പെട്ട ഗവർണർ നിയമിച്ചിട്ടുണ്ട്. കുഫോസിന്റെ വൈസ് ചാൻസലറായിട്ട് ഡോക്ടർ ബിജു കേരള സർവകലാശാലയിലെ അധ്യാപകനായിരുന്നു. അതുപോലെ തന്നെ മലയാള സർവകലാശാലയിലേക്ക് ഡോക്ടർ CR പ്രസാദ്. ഇവരൊക്കെ കേരള സർവകലാശാലയിൽ നിന്ന് ഇപ്പോഴത്തെ കേരള ഗവർണർ നിയമിച്ചിട്ടുള്ള വൈസ് ചാൻസലർമാരാണ്. അവരുടെ കാര്യത്തിൽ ഒന്നും SFIക്ക് വിരോധമില്ല, അല്ലെങ്കിൽ DYFIക്ക് പ്രതിഷേധമില്ല, സർക്കാരിന് പ്രതിഷേധമില്ല. അപ്പോ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് നിൽക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്നവരെ മാത്രമേ നിയമിക്കാവൂ. അല്ലാതെയുള്ള ആളുകളെ ഞങ്ങൾ തടയും, അവരെ വകവരുത്തും. ഈ തരത്തിലുള്ള ഭീഷണി ഒരു പൊതുമണ്ഡലത്തിൽ സ്വീകാര്യമല്ല. അതിനെ എന്ത് വില കൊടുത്തും പൊതുസമൂഹം ഇടപെട്ട് തന്നെ ചെറുത്ത് തോൽപ്പിക്കണമെന്നാണ് എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഒരു സർവകലാശാല, കേരളത്തിലെ ഏറ്റവും അഭിമാനത്തോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സർവകലാശാല ഈ തരത്തിൽ അധ്യാപകരെ അകറ്റിക്കൊണ്ട് വരാനിരിക്കുന്ന സ്വകാര്യ സർവകലാശാല ലോബികൾക്ക് വേണ്ടി വഴിയൊരുക്കാനുള്ള ഒരു സമരമാണ് കേരളത്തിൽ നടക്കുന്നത്. ആ സമരത്തെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.